ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക ന്യൂ ഇയർ ആശംസകൾ. ലവ് ഇൻ ദ ബിഗ് സിറ്റിയുടെ എപ്പിസോഡ് 5ന്റെ എക്സ്പ്ലനേഷൻ ആണ് ഇന്നത്തെ വീഡിയോ. ഈ എപ്പിസോഡ്സിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ അമ്മയുടെ ഫ്യൂണറൽ ചടങ്ങിന് ഇരിക്കുന്ന യങ്ങിനെയാണ് കാണിക്കുന്നത്. അവന്റെ ഫ്രണ്ട്സും അവിടെ വന്ന് അവന്റെ ദുഃഖത്തിൽ പങ്കുചേർന്നു. ചടങ്ങെല്ലാം കഴിഞ്ഞ് അവന്റെ ഫ്രണ്ട്സ് അവനെ ഫ്ലാറ്റിൽ ഡ്രോപ്പ് ചെയ്തു. നീ ഒറ്റയ്ക്ക് ഫ്ലാറ്റിൽ ഇരിക്കേണ്ട, ഞങ്ങൾ ആരേലും നിന്റെ കൂടെ നിൽക്കാന്ന് ഫ്രണ്ട്സ് പറഞ്ഞെങ്കിലും അതൊന്നും സാരയില്ല, എനിക്കൊന്ന് ഉറങ്ങണം എന്ന് പറഞ്ഞ് യങ് പോയി. അവനെ കുറിച്ച് ആലോചിച്ച് അവന്റെ ഫ്രണ്ട്സിനും നല്ല ആശങ്കയുണ്ട്. അമ്മ മരിച്ചത് കൊണ്ട് തന്നെ യങ്ങിന് കുറച്ച് പേപ്പർ വർക്ക്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫാമിലി ലോയർ ഇൻഷുറൻസ് പേപ്പറും കാര്യങ്ങളും തയ്യാറാക്കി വെച്ചിരുന്നു. അമ്മ മരിച്ചിട്ട് ഒരു ദിവസം പോലും ആയില്ല. ഇത്ര പെട്ടെന്ന് എങ്ങനെ പേപ്പേഴ്സ് ഒക്കെ തയ്യാറായിന്ന് അവൻ ചോദിച്ചു. അമ്മയുടെ ഫസ്റ്റ് ഡയഗ്നോസിസ് നടന്നപ്പോ, അതായത് 3 വർഷം മുന്നേ തന്നെ അമ്മ തയ്യാറായിരുന്നു. രാത്രി ഉറങ്ങാൻ ശ്രമിച്ചിട്ടും അവനതിന് പറ്റുന്നില്ല. അതുകൊണ്ട് അവൻ ഫ്രണ്ട്സിനെ വിളിച്ച് ബാറിൽ പോവാന്ന് പറഞ്ഞു. ഈ ഒരു അവസരത്തിൽ യങ് എന്ത് പറഞ്ഞാലും അവന്മാര് കേൾക്കും. സോ അവർ ബാറിലേക്ക് പോയി. അവിടേക്ക് ചടങ്ങിനിട്ട ഡ്രസ്സ് പോലും മാറാണ്ട് ഓടി വരുവാണ് യങ്. നീ എന്താടാ ഈ കോലത്തിൽ എന്നൊരുത്തൻ ചോദിച്ചപ്പോഴാണ് യങ് ഡ്രസ്സിന്റെ കാര്യം തന്നെ ആലോചിച്ചത്. ഓ, ഞാനത് ശ്രദ്ധിച്ചേയില്ല, നേരെ ഇങ്ങ് പോന്നു. യങ്ങിന്റെ കയ്യിൽ ഫ്യൂണറൽ ചടങ്ങിലെ ബാൻഡ് ഉണ്ടായിരുന്നു. അതൊരുത്തൻ അഴിച്ച് യങ്ങിന്റെ പോക്കറ്റിൽ വെച്ചു. ഇപ്പൊ ഓക്കെ ആയി എന്ന് പറഞ്ഞു. യങ് ജോളിയായി ബാ ബോധം കെടുന്നവരെ വെള്ളം ഒടിക്കാമെന്ന് പറഞ്ഞു. ഫ്രണ്ട്സ് ആകെ ഡള്ളായിട്ടിരിക്കുന്നത് കണ്ട് നിങ്ങളിങ്ങനെ മൂഡ് ഓഫ് ആവല്ലേ, വായോ വാ 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 എന്ന് പറഞ്ഞ് ഉള്ളിലേക്ക് ചാടിക്കേറി. ചെക്കന്റെ മേൽ ഒരു കണ്ണ് വെക്കണമെന്ന് ഉറപ്പിച്ച് അവരും യങ്ങിന്റെ പുറകെ പോയി. ഓരോരുത്തരായി ഡ്രിങ്ക്സ് വാങ്ങി മടമടാ നടിയോടടി. അങ്ങനെ യങ് പോയി ഡ്രിങ്ക്സ് വാങ്ങിക്കേണ്ട ഊഴമായി. ഡ്രിങ്ക്സ് എടുത്തു തന്ന പയ്യനെ കണ്ട് യങ്ങിനെ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് അടിച്ചു. അവനെയും കുറ്റം പറയാൻ പറ്റില്ല, ചെക്കനെ കാണാൻ നല്ല ഭംഗിയാണ്. അവനെ നോക്കി ഒരു ചിരിയും ചിരിച്ച് ഡ്രിങ്ക്സുമായി അവൻ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് പോയി. പാർക്ക് ജി ക്ലബിലെ പാട്ട് മാറ്റാൻ ഡിജെയോട് പറഞ്ഞു. ഡിജെ അത് മൈൻഡ് ആക്കിയില്ല. ഇത് കണ്ട് ദേഷ്യം വന്ന് പാർക്ക് അവനെ അടിക്കാൻ വേണ്ടിട്ട് പോവാണ്. യങ് കൂട്ടുകാരനെ തടഞ്ഞു പിടിക്കവേ മോന്തയ്ക്ക് തന്നെ അവനൊരു ഇടി കിട്ടി. നീ ഓക്കെ അല്ലേ എന്ന് ചോദിച്ച് ഒരുത്തൻ യങ്ങിന് ഐസ് മുഖത്തേക്ക് വെച്ചു കൊടുത്തു. നോക്കുമ്പോ ആരാ, കൗണ്ടറിൽ നിന്ന് ചെക്കൻ. യങ് ഒന്നും നോക്കിയില്ല, ചെക്കനെ കിസ് ചെയ്തു. പെട്ടെന്ന് ബോധം വന്നപ്പോ അവനെ തട്ടി മാറ്റി. നമ്മൾ തമ്മിൽ ഒന്നും നടന്നിട്ടില്ല, എല്ലാം മറന്നേക്ക് പ്ലീസ് എന്ന് പറഞ്ഞ് ഫ്രണ്ട്സിനോട് ബാ ബാ പോവാ, എനിക്കിനി ഇവിടെ നിക്കണ്ടെന്ന് പറഞ്ഞവര് പുറത്തേക്ക് ഇറങ്ങി. ഇതിപ്പോ എന്താ നടന്നെന്ന് പ്രോസസ് ചെയ്യുവാണ് ബാർ അറ്റൻഡറായ നമ്മുടെ ചെക്കൻ സിം ഗ്യൂഹോ. നമുക്ക് അവനെ സിം എന്ന് വിളിക്കാം. താഴെ യങ്ങിന്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്ന ബാൻഡ് സിം എടുത്തു വെച്ചു. യങ് പാർട്ട് ടൈമായി തിയേറ്ററിൽ ടിക്കറ്റ് നോക്കുന്ന പണിക്ക് നിൽക്കാറുണ്ട്. അപ്പോ അടുത്ത ദിവസം ആൾക്കാരെയൊക്കെ ഉള്ളിൽ കയറ്റി ഫോണില് ജീവിതത്തിൽ എങ്ങനെ വിജയിക്കാം എന്നതിന്റെ ടിപ്സ് പറയുന്ന വീഡിയോ കാണാൻ തുടങ്ങി. അപ്പോ തൊട്ടടുത്ത് നിന്ന് ഇതേ വീഡിയോ വേറെ ആരോ കാണുന്നുണ്ട്. അവനതിന്റെ ശബ്ദം കേൾക്കാം. എന്നെ പോലെ ഏതോ ഒരു മണ്ടൻ ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് അവനത് ആരാന്ന് നോക്കാൻ വേണ്ടിട്ട് ചെന്നു. അപ്പോ ദേ ഇരിക്കുന്നു സിം. നീ ഇവിടെ ഷോ കാണാൻ വന്നതാണോ? എങ്കിൽ വേഗം ചെല്ല്, ഷോ തുടങ്ങി. അല്ല, ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്നതാ. എന്നെ കാണാനോ? അല്ല, നിനക്കെങ്ങനെ അറിയാ ഞാനിവിടെ കാണൂന്ന്? സിം അപ്പോ അവന്റെ ഫോൺ എടുത്ത് യങ്ങിന്റെ ഫ്രണ്ടിന്റെ ഇൻസ്റ്റാ പോസ്റ്റ് കാണിച്ചു കൊടുത്തു. യങ്ങിന്റെ ഫ്രണ്ടിനെ സിം ഫോളോ ചെയ്യുന്നുണ്ട്. യങ് അവർക്ക് ഫ്രീ ആയിട്ട് ടിക്കറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് സിം യങ് ഇവിടെ കാണുമെന്ന് മനസ്സിലാക്കിയത്. യങ്ങിന് ഷോ കഴിയുന്നവരെ അവിടെ ഇരിക്കണമെന്ന് പറഞ്ഞപ്പോ, നീ എന്നാ അത് കഴിഞ്ഞ് കഫേയിലേക്ക് വാ, ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് സിം അവിടുന്ന് പോയി. പണി കഴിഞ്ഞ് യങ് അടുത്തുള്ള കഫേയിലേക്ക് പോയി. തന്നെ കണ്ട് ഇഷ്ടായോണ്ടാണ് സിം വന്നിരിക്കുന്നതെന്ന് കരുതി. നീ എന്നെ കാണാൻ ഇങ്ങ് വരെ വന്നെന്ന് പറഞ്ഞത് സത്യാണോ എന്ന് യങ് ചോദിച്ചു. അപ്പോഴുണ്ട് സിം യങ്ങിന്റെ ബാൻഡ് പുറത്തേക്കെടുത്ത്, ഇത് നീ അവിടെ കളഞ്ഞിട്ട് പോയതാ, കണ്ടപ്പോ ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നി, അതുകൊണ്ടാണ് ഇതുകൊണ്ട് വന്നത് എന്ന് പറഞ്ഞു. യങ് പ്ലിങ് ആയി അതും പോക്കറ്റിൽ വെച്ച് സിമ്മിന്റെ ഡ്രിങ്ക്സ് എടുത്തു കുടിച്ചു. ഇത് കണ്ട് സിം ചോദിച്ചു, നിനക്ക് സ്റ്റീൽ ചെയ്യുന്ന ഹാബിറ്റ് ഉണ്ടല്ലേ എന്ന്. ഇംഗ്ലീഷിലെ കിസ് സ്റ്റീൽ ചെയ്യാന്നൊക്കെ പറയില്ലേ, അതാണ് കവി ഉദ്ദേശിച്ചത്. യങ് ഐസും വായിലിട്ട് ഇന്നലെ നടന്നതൊക്കെ മറക്കാൻ വേണ്ടിട്ട് പറഞ്ഞു. എന്തിന്? നീ നല്ല ക്യൂട്ടായിരുന്നു. ഇവനിത് പറഞ്ഞ് യങ്ങിന്റെ മുഖത്തെ വിട്ട് നോയിക്കൊണ്ടിരിക്കെ കടക്കാരൻ വന്നിട്ട് കട അടയ്ക്കാറായി എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടാളും അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് ബൈ പറഞ്ഞ് രണ്ടും രണ്ട് വഴിക്ക് നടന്നു. കുറച്ച് നടന്നിട്ട് സിമ്മിനെ കാണാൻ വേണ്ടിയിട്ട് യങ് തിരിച്ച് സിം നടന്ന ഭാഗത്തേക്ക് പോയി. സിം അപ്പോ യങ്ങിനെ കാണാൻ വേണ്ടി യങ് പോയ വഴിക്ക് വരുന്നു. യങ്ങിനെ കണ്ട് പ്ലിങ് ആയില്ല. അവൻ തിരിഞ്ഞു നടന്നപ്പോ യങ് പുറകേന്ന് നമുക്ക് ഡ്രിങ്ക്സ് കഴിക്കാൻ പോവാ എന്ന് വിളിച്ചു പറഞ്ഞു. അയ്യടാ, എന്താ രണ്ടിന്റെ ചിരി. ഡ്രിങ്ക്സ് കുടിച്ച് രണ്ടാളും കാര്യങ്ങളൊക്കെ സംസാരിച്ചു. യങ് അപ്പോ താൻ ഡേറ്റ് ചെയ്യുന്നവരെല്ലാം അവനെ ബോറടി മാറ്റാൻ വേണ്ടി കൊണ്ടു നടക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ലാസ്റ്റ് അവരിട്ടിട്ട് പോകുമെന്ന കാര്യം പറഞ്ഞു.
മാത്രവുമല്ല അവൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ അവനൊരു റിലേഷൻഷിപ്പിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുമില്ല. ഇതെല്ലാം കേട്ടിരുന്ന് നിനക്ക് നമ്മൾ തമ്മിൽ വർക്കൗട്ട് ആവുമോ എന്ന് നോക്കാൻ താല്പര്യമുണ്ടോ എന്ന് സിമ്മ് ചോദിച്ചു. യങ്ങപ്പോ പണ്ടാരം മൂക്കൊലിപ്പെന്ന് പറഞ്ഞ് കുറച്ച് ടിഷ്യൂ എടുത്ത് മൂക്കി കയറ്റി. സിമ്മ് ഇവന്റെ വർത്തമാനമൊക്കെ കേട്ടിട്ട് കയ്യിലുണ്ടായിരുന്ന ഓയിൻമെന്റ് എടുത്തു. എന്നിട്ട് യങ്ങിന്റെ വിരലിൽ അത് പുരട്ടി അവന്റെ ചുണ്ടിലെ മുറിവിൽ വെച്ചു. യങ് ഇതും കൂടെ കണ്ട് ആകെ ഇംപ്രസ്ഡ് ആയി. തിരിച്ച് യങ്ങിന്റെ വീട് വരെ സിമ്മ് വന്നു. സിമ്മ് ദൂരെയാണ് താമസിക്കുന്നത്. അവന്റെ ലാസ്റ്റ് ട്രെയിന് പോയി. അതുകൊണ്ട് തന്റെ വീട്ടിലൊന്ന് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് യങ് പറഞ്ഞു. സാരമില്ല, ഞാൻ ടാക്സി പിടിച്ച് പൊക്കോളാം. അതെന്താ, നീ അത്ര റിച്ച് ആണോ? അങ്ങനൊന്നുമില്ല. പിന്നെന്താ എന്റെ കൂടെ നിൽക്കാതിരിക്കാൻ ടാക്സി പിടിക്കാനും മാത്രം കഷ്ടപ്പെടുന്നേ? എന്നെ അത്ര പോലെ ഇഷ്ടമല്ല നിനക്ക്? അതോ ഞാൻ നിന്നെ പിടിച്ച് തിന്നുവെന്ന പേടിയാണോ? അല്ലടാ, എനിക്കൊരു റൂളുണ്ട്. ഞാനൊരാളെ 3 തവണയെങ്കിലും മീറ്റ് ചെയ്താലേ അവരുടെ കൂടെ സെക്സ് ചെയ്യത്തുള്ളൂ. ഇത് കേട്ട് യങ് ചിരിച്ചു. നിന്നോട് അതിന് ഞാൻ പറഞ്ഞു നമ്മൾ എന്നത് ചെയ്യാൻ പോവുകയാണെന്ന്. നേരം വെളുക്കുന്നവരെ കിടന്നുടങ്ങിയാൽ മതി എന്ന് പറഞ്ഞ് യങ് ലവനെ കൂട്ടി റൂമിൽ കയറി. യങ് ബെഡിൽ കിടന്ന പാട തന്നെ ഉറങ്ങി. രാവിലെ കണ്ണു തുറന്നപ്പോ മുന്നില് നല്ല ഉറക്കമാണ് സിമ്മ്. യങ് അടുത്തിരുന്ന പേഴ്സ് എടുത്തു നോക്കി. അതില് നഴ്സിംഗ് സ്കൂളിലെ സിമ്മിന്റെ ID കാർഡും ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരുന്നു. സിമ്മ് എണീക്കുവാണെന്ന് മനസ്സിലാക്കി യങ് പെട്ടെന്ന് പേഴ്സ് താഴെ വെച്ചു. എണീറ്റത് താമസിച്ചു പോയി എന്ന് മനസ്സിലാക്കി ഞാൻ പോട്ടേന്ന് പറഞ്ഞ് സിമ്മ് വേഗം തന്നെ അവിടെ നിന്ന് പോയി. അടുത്ത ദിവസം തിയേറ്ററിലെ ജോലി കഴിഞ്ഞിറങ്ങാൻ നേരം മിയ അവനെ കോൾ ചെയ്ത് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അവരങ്ങനെ ഒരു ബാറിൽ മീറ്റ് ചെയ്തു. മിയയുടെ കൂടെ അവളുടെ അനിയത്തിയുമുണ്ട്. നിങ്ങള് ക്ലോസ് ഫ്രണ്ട്സ് ആണല്ലേ? ഞാനന്ന് കല്യാണത്തിന് കണ്ടായിരുന്നു. നിങ്ങൾ പാട്ട് പാടുന്നതൊക്കെ. ചേട്ടൻ നല്ല ക്യൂട്ടായിരുന്നു എന്ന് അനിയത്തിക്കുട്ടി പറഞ്ഞു. അവിടെ വെച്ച് മിയ അനിയത്തിക്ക് കുറച്ച് പയ്യന്മാരെ കാണിച്ചു കൊടുത്ത് അവന്മാരെ ഒന്നും പ്രേമിക്കാൻ പോവല്ലേ, എല്ലാം ഊളകളായിരിക്കും എന്ന് ക്ലാസ് കൊടുത്തു. എന്നിട്ട് പയ്യന്മാരെ വളയ്ക്കാനുള്ള ടിപ്സ് കാണിച്ചു കൊടുക്കാൻ തുടങ്ങി. യങ്ങിനാണേൽ അവിടെ ഇരുന്ന് ബോറടിച്ച് അവൻ അവിടെ നിന്ന് ഇറങ്ങി. അവന്റെ ഫ്രണ്ട്സിന് മെസ്സേജ് അയച്ചപ്പോ 3 ആളും ബിസി. അതുകൊണ്ട് അവൻ നേരെ സിമ്മ് വർക്ക് ചെയ്യുന്ന ബാറിലേക്ക് പോയി. അവൻ പുറത്തു നിന്ന് സിമ്മിനെ പോയി ഹഗ് ചെയ്തു. തന്നെ കാണാൻ യങ് വന്നത് കണ്ട് സിമ്മിന് സന്തോഷായി. 2 ആളും കൂടെ ബാറിൽ കയറി. സിമ്മ് അവന് ഒരു ഡ്രിങ്ക്സ് കൊടുത്തു. പിന്നെ ആള് കൂടിയോണ്ട് യങ് മാറിയിരുന്ന് സിമ്മിനെ വായി നോക്കാൻ തുടങ്ങി. അവിടെ ഇരുന്ന് ചെക്കൻ ബോധം കെട്ട് ഉറങ്ങി. എല്ലാരും പോയി കഴിഞ്ഞ് സിമ്മ് അവനെ ചെന്ന് വിളിച്ച് എഴുന്നേപ്പിച്ചു വിട്ടു. സിമ്മ് പുറത്തിറങ്ങിയപ്പോ യങ് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. യങ്ങിന്റെ കയ്യില് ടാക്സിക്ക് കൊടുക്കാൻ പൈസയില്ല. അതുകൊണ്ട് സിമ്മ് യങ്ങിനെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിട്ട് സമ്മതിച്ചു. അവരങ്ങനെ ടാക്സിയിൽ പോയിക്കൊണ്ടിരിക്കവേ ഇത് അവർ തമ്മിലുള്ള 3ാമത്തെ മീറ്റ് ആണ് എന്ന് സിമ്മ് പറഞ്ഞു. 3 തവണ മീറ്റ് ചെയ്താൽ അവന്റെ റൂളില് ടിക്ക് മാർക്ക് വീഴുമല്ലോ. പിന്നീട് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവാന്ന് നിങ്ങൾക്ക് ഊഹിക്കാലോ. ഈ എപ്പിസോഡിന്റെ സെക്കൻഡ് പാർട്ടുമായി ഞാൻ വേഗം തന്നെ എത്തിയേക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.